ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് റൂബിക്സ് ക്യൂബ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെറിയൊരു ബുദ്ധിയും പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് ഇതിനോടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യാൻ കഴിയും. ഇത് ഏകദേശം ഒരു 6 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 6 സ്റ്റെപ്പിൽ ലാസ്റ്റത്തെ 2 സ്റ്റെപ്പ് പറയുന്നത് റിപ്പീറ്റേഷനാണ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉദ്ദേശിച്ച കളറുകൾ സെറ്റായി കിട്ടും. ഫസ്റ്റ് 2 പറയുന്നത് അടിയിൽ മിഡിൽ, അതായത് ഏറ്റവും ബോട്ടം അതുപോലെ മിഡിൽ ലൈന്, ഈ 2 ലൈന് ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്ന കളറ് അടിയിലാണ്, ബോട്ടം വൈറ്റാണ്. വൈറ്റ് അതുപോലെ നേരെ ടോപ്പ് അപ്പോൾ യെല്ലോ കളറായിരിക്കും മിഡിൽ. ഓക്കെ, മിഡിലെ കളർ ഏതാ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം സോൾവ് ചെയ്യുക കേട്ടോ. മിഡിലെ കളറാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മേലെ യെല്ലോ. ഇതിൽ പ്രത്യേകം നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ യെല്ലോ മോൾ ഭാഗത്താക്കി തന്നെ പിടിക്കണം. എപ്പോൾ പിടിക്കുമ്പോഴും നമ്മൾ എങ്ങനെ കറക്കുകയാണെങ്കിലും ഇതേ പൊസിഷനിൽ പിടിച്ച് യെല്ലോ ഒരു കാരണവശാലും പിന്നെ നമ്മൾ സൈഡിക്കോ ഒന്നും ആക്കാൻ പാടില്ല. അതേ പൊസിഷൻ ടോപ്പിൽ തന്നെ യെല്ലോ ആയിട്ട് നമ്മൾ കറക്കണം. അപ്പോൾ യെല്ലോ ടോപ്പ് സൈഡ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റാണ് ഇപ്പോൾ അടിയിൽ ക്ലിയർ ഉണ്ട്. അപ്പോൾ വൈറ്റ് നമ്മൾ ഈ 4+ രീതിയിൽ വരണം. അപ്പോൾ ഒരെണ്ണം വന്ന് കിടക്കുന്നുണ്ട് അവിടെ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 4+ രീതിയിൽ വൈറ്റ് കൊണ്ടുവരണം. വൈറ്റ് കൊണ്ടുവരണേ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു വൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏത് ലെഫ്റ്റ് സൈഡ് നമ്മൾ പിടിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് കറക്കുക. ലെഫ്റ്റ് സൈഡ് പിടിച്ച് വൈറ്റ് 1, 2, 3 തവണ കറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഡിലായിട്ട് വൈറ്റ് എന്തായാലും കിട്ടും. ലെഫ്റ്റ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ റൈറ്റ് സൈഡും അടിഭാഗത്തും കറക്കി കഴിഞ്ഞാൽ വൈറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് എന്ത് ചെയ്യും, പിന്നെ ടോപ്പിൽ ഇടേണ്ട രീതിയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ വേണ്ട പ്ലസ് ആയിട്ട് നമുക്ക് വൈറ്റ് കിട്ടണം. യെല്ലോ സെൻട്രലായിരിക്കും തന്നെ വേണം, യെല്ലോ ഒരു കാരണവശാലും മാറ്റരുത്. ഇപ്പം നമുക്കിവിടെ പ്ലസ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്, വൈറ്റ് കിട്ടിയിട്ടുണ്ട്. നടുവിൽ യെല്ലോ തന്നെയാണ്. അപ്പോൾ ഈ വൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, അടിയിലേക്ക് കൊണ്ടുപോകണം, ഏറ്റവും അടിയിൽ. അപ്പോൾ ഈ വൈറ്റിൻ്റെ സൈഡത്തെ കളർ ഏതാ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ വയലറ്റാണ് കിടക്കുന്നത് വെച്ചാൽ വയലറ്റ് സെൻട്രൽ മിഡിലുള്ള ഭാഗത്ത് കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മൾ മിഡിലായിട്ടുണ്ട്. മിഡിലെ ഭാഗത്ത് കൊണ്ടുപോയി നേരെ അടിയിലേക്ക് കറക്കുക, നേരെ ബോട്ടം, അതായത് ഡൗൺ സൈഡ് കറക്കി കഴിഞ്ഞാൽ അത് അടിയിൽ കായ്പോകാം. അപ്പോൾ ആ കളർ അവിടെ സെൻട്രൽ ലൈന് വൈറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ മേലെ മറ്റേ സെൻട്രലിൽ ആ ഗ്രീനിൻ്റെ തൊട്ടടുത്ത് തന്നെ ആവുകൊണ്ട് നമ്മൾ ജസ്റ്റ് കറക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗ്രീനിൻ്റെ ആ സെൻറ്റർ ഭാഗം അവിടെ വെച്ചാൽ അവിടെ ടോപ്പ് സൈഡ് കറക്കിയിട്ട് അവിടെ കൊണ്ടുപോകണം. ഇതിപ്പോൾ റെഡായിട്ട് തന്നെ കിടക്കുന്നത്, കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ജസ്റ്റ് അടിയിലേക്ക് കറക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഏതാ നോക്കുക, അത് ഉണ്ടോ ലൈന് ക്ലിയർ ആയിട്ടുണ്ട് അടിഭാഗം. പിന്നെ ഇപ്പോൾ ബ്ലൂ അതിൻ്റെ സെൻറ്റർ ഭാഗം ബ്ലൂ സെൻറ്റർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടാ അതുപോലെ തന്നെ അവിടെ സെൻറ്ററിലുള്ള ഭാഗത്ത് കറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡൗൺ കറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മൊത്തം ആ ക്രോസ് അടിയിൽ ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് അടിയിൽ ക്രോസ് ക്ലിയർ ആയില്ലേ. ഇപ്പോൾ നമ്മൾ അടിഭാഗം കണ്ടോ, അടിഭാഗം സെൻറ്ററും ഈ പ്ലസ് പോലെ അടിഭാഗം ക്ലിയർ ആയിട്ടുണ്ട് വൈറ്റ്. ഇനി നമുക്ക് കോർണറാണ് ശരിയാക്കാനുള്ളത്. കോർണറിൽ ടോപ്പിൽ ഏതാ കളർ കിടക്കുന്ന നോക്കുക. സൈഡിൽ വൈറ്റ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം, യെല്ലോ ഇല്ലാത്ത കളർ നോക്കിയിട്ട് ഏതാ കളറ് എന്ന്. ഇപ്പോൾ വയലറ്റ് ആണെങ്കിൽ വയലറ്റിൻ്റെ ആ സൈഡ് കൊണ്ടുപോകും. മിഡിൽ വയലറ്റ് നമ്മൾ നോക്കിയതിന് ശേഷം ഇപ്പോൾ കോർണറായി കിട്ടും. ലെഫ്റ്റ് സൈഡിലേക്ക് കോർണറാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ഫ്രണ്ടിൽ കറക്കുക, അതായത് മേലേക്ക് കറക്കുക. എന്നിട്ട് ഒന്ന് റിവേഴ്സ് എടുക്കുക. എന്നിട്ട് അത് തന്നെ ഒന്ന് ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്ത് വരുമ്പോൾ അപ്പോൾ നമുക്ക് ആ കളർ അടിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്ത് വയലറ്റ് ഉണ്ടോ, ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതുപോലെ വൈറ്റ് കിടക്കുന്ന ഏതാ നോക്കുക. വൈറ്റ് കിടക്കുന്നതായിരിക്കുന്നു. പിന്നെ വയലറ്റ് ഉണ്ട്, വയലറ്റിൻ്റെ അവിടെ കൊണ്ടുപോകുക. വയലറ്റിൻ്റെ ഭാഗത്തേക്ക് സെൻറ്റർ അവിടെ വയലറ്റ് വെച്ചാൽ അവിടേക്ക് കറക്കി കൊണ്ടുപോകുക ടോപ്പ് സൈഡ്. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ അത് റൈറ്റ് സൈഡിലാണ് കോർണറായി കിട്ടുന്നത്. വയലറ്റിൻ്റെ മിഡിൽ നോക്കിയാൽ മിഡിൽ നിന്ന് ക്രോസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡ് എന്ത് ചെയ്യണം, ഒന്ന് മേളിലായിട്ട് കറക്കുക. റൈറ്റ് സൈഡ് അപ്പ് കറക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ വൈറ്റും പാടെ ഒന്നാവും. എന്നിട്ട് നേരെ റിവേഴ്സ് ബാക്കിലോട്ട് തന്നെ കറക്കുക അടിഭാഗത്ത്. അപ്പോൾ അടിഭാഗത്ത് ആ ലൈനും ക്ലിയറായി വന്നിട്ടുണ്ട്.
അപ്പോൾ ആ കോർണർ കൊണ്ട് ക്ലിയറായി വന്ന്. ഇനി നമ്മൾ വൈറ്റുള്ള ഏതാ നോക്കുക, വൈറ്റ് ടോപ്പ് സൈഡിൽ ഏതാ, മോൾ ഭാഗത്ത് ഏതാ വൈറ്റ്, ഗ്രീനാണ്. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് കിടക്കുന്നത്. അപ്പോൾ ഗ്രീന് സെൻറ്റർ എവിടെയാണ് നോക്കിയിട്ട് നമ്മൾ ഗ്രീനിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കറക്കുക. ഗ്രീൻ എവിടെ കിടക്കുന്നു നോക്കിയിട്ട് ആ മിഡിൽ നോക്കിയിട്ട് മിഡിലെ ഗ്രീന് അപ്പോൾ ക്രോസ് ആയിട്ട് ലെഫ്റ്റ് സൈഡാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ലെഫ്റ്റിലെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് കറക്കുക. ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്യുക, അപ്പ്, പിന്നെ എന്ത് ചെയ്യുക, വൈറ്റിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുക. വൈറ്റിൻ്റെ ഭാഗത്തേക്ക് തിരിച്ച് കഴിഞ്ഞിട്ട് ഒന്നിനും ഡൗൺ ആക്കുക. അപ്പോൾ എന്തായി, അടിഭാഗത്ത് ആ ലൈനും ഗ്രീനും ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പീസും കൂടി ക്ലിയർ ആവാനുണ്ട്. അപ്പോൾ അതിൻ്റെ വൈറ്റ്, ആ ടോപ്പിൽ സൈഡിൽ വൈറ്റ് എവിടെ എല്ലാം നോക്കുക, തപ്പി നോക്കുക. അപ്പോൾ നമുക്ക് ആ വൈറ്റ് ചിലപ്പം ബ്ലൂ ആയിരിക്കും മറ്റേ സൈഡ് കിടക്കുന്നത്. ബ്ലൂ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ബ്ലൂ എന്ത് ചെയ്യുക, ബ്ലൂ എവിടെ മിഡിൽ സെൻറ്ററിൽ കിടക്കണമെങ്കിൽ ബ്ലൂവിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് റൈറ്റ് അപ്പ് കറക്കുക, നേരെ റിവേഴ്സ് വൈറ്റ് ഫുള്ളാക്കുക, എന്നിട്ട് ഡൗൺ ആക്കുക. ഇപ്പോൾ നമ്മൾ അടിഭാഗം മൊത്തം വൈറ്റ് ക്ലിയർ ആയി. അതുപോലെ അടിയത്തെ ലൈന് കംപ്ലീറ്റ്, ബോട്ടം ലൈന് കംപ്ലീറ്റ് ലൈനും നമ്മൾ എല്ലാ കളറും ക്ലിയർ ആയിട്ട് വന്നിട്ട് അതായത് മിഡിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കളറും വന്നിട്ട് കേട്ടോ. ഇനി വേണ്ടത് സെക്കൻഡ് ലെയർ നമുക്ക് ശരിയാക്കണം. അപ്പോൾ സെക്കൻഡ് ലെയർ ശരിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കളറിൻ്റെ സെയിം കളർ നമുക്ക് താഴത്ത് കൊണ്ടുവരണം മിഡിലേക്ക്. സെക്കൻഡ് ലെയർ ക്ലിയർ ആക്കണമെങ്കിൽ മേളത്തെ മിഡിലെ കട്ട മാത്രമേ നമുക്ക് താഴത്ത് കറക്കാൻ നോക്കുള്ളൂ. അപ്പോൾ മിഡിലെ കട്ട റെഡായിരിക്കും വെച്ചാൽ റെഡിൻ്റെ ഭാഗത്ത് കൊണ്ടുവരിക. ഇപ്പോൾ ടോപ്പിലെ കളർ ഏതാ നോക്കുക, അതിൻ്റെ മുകളിലത്തെ റെഡിൻ്റെ മുകളിലത്തെ. യെല്ലോ ഒഴികെ ഏത് കളറും നിങ്ങൾക്ക് താഴത്ത് കറക്കാൻ പറ്റും, യെല്ലോ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, റെഡിൻ്റെ മുകളിലെ കളർ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ നമ്മൾ ബ്ലൂവിൻ്റെ സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കുക. ബ്ലൂവിൻ്റെ സൈഡ് ലെഫ്റ്റിൽ കിടക്കുന്നത്. അപ്പോൾ ബ്ലൂവിൻ്റെ സൈഡ് സെൻറ്ററാക്കി നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒന്ന് ടോപ്പ് അപ്പ് കറക്കുക. അപ്പ് കറക്കിയിട്ട് 2 വട്ടം ടോപ്പ് സൈഡ് ലെഫ്റ്റിൽ കറക്കുക. 2 വട്ടം ടോപ്പ് സൈഡ് ലെഫ്റ്റ് കറക്കിയാൽ നമുക്ക് ആ കട്ട അടിയിൽ കറങ്ങി വരും. എന്നിട്ട് അതേമാതിരി തന്നെ റിവേഴ്സ് കറക്കുക. ഇപ്പം നമ്മൾ അടിയിലൊരു കട്ട കളർ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ അടിയിലെ കട്ട നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ടോപ്പ് സൈഡിലൊരു വൈറ്റ് കിടക്കുന്നുണ്ടാവും. ആ വൈറ്റിൻ്റെ ഇപ്പുറത്ത് ഏതാണ് ബ്ലൂ. ആ ബ്ലൂ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂവിൻ്റെ സെയിം ആദ്യം ചെയ്ത പോലെ നമ്മൾ ബോട്ടം ക്ലിയർ ആക്കിയ പോലെ തന്നെ ബ്ലൂവിൻ്റെ അടുത്ത് കൊണ്ടുപോകുക. റൈറ്റ് സൈഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് എന്ത് ചെയ്യുക, നേരെ ടോപ്പിലേക്ക് എടുക്കുക. എന്നിട്ടൊന്ന് വൈറ്റിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക, റിട്ടേൺ, എന്നിട്ട് തിരിച്ച് താഴോട്ട് തന്നെ ഇറക്കുക. അപ്പോൾ അത് അടിഭാഗം ക്ലിയർ ആയി ഉണ്ടാവും. അപ്പോൾ വൈറ്റ് കംപ്ലീറ്റ്, അപ്പോൾ ആ ലൈന് കംപ്ലീറ്റ് അവിടെ ക്ലിയർ ആയി കണ്ടോ. റെഡ് ക്ലിയറായി, കോർണർ ക്ലിയറായി, പിന്നെ ഇവിടെ 2 ഗ്രീൻ ക്ലിയർ ആയിട്ടുണ്ട്. അടിഭാഗത്ത് വൈറ്റ് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത 2 കട്ടകൾ യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പോൾ ആ മേളിലവിടെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ സെൻറ്ററിൽ ഗ്രീനായിട്ടാണ് കിട്ടിയിരുന്നത്. സെൻറ്റർ ഭാഗത്ത് കട്ട മാത്രമേ താഴത്ത് വരാക്കുള്ളൂ. ഗ്രീനിൻ്റെ സൈഡ് കൊണ്ടുപോകുക. മേലെ വയലറ്റ് കിടക്കുന്നുണ്ട്. വയലറ്റ് അവിടെ കിടക്കുന്നത് സെൻറ്ററിൽ വെച്ചാൽ അവിടെ ഒന്നുകൂടി കറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മോൾ ഭാഗത്ത് ഏതാ കളർ വെച്ചാൽ അവിടെ കറക്കണം. റൈറ്റ് സൈഡ് ഒന്ന് മേലെ കറക്കുക. 2 വട്ടം ലെഫ്റ്റിൽ കറക്കുക. പിന്നെ തിരിച്ച് അടിയിൽ തന്നെ കറക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അടിയത്തെ ഒരു ലൈന് പോയിട്ടുണ്ടാവും. അത് നമ്മൾ സെയിം ആദ്യം ചെയ്ത അതേ പൊസിഷൻ ചെയ്യുക. അപ്പോൾ വൈലറ്റാണ് ഒരു സൈഡ്, ഒരു സൈഡ് വൈറ്റും. വൈലറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ ക്രോസ് ടോപ്പിൽ കറക്കുക. ഒരു വൈറ്റിൻ്റെ അവിടെ റിട്ടേൺ കറക്കുക. എന്നിട്ട് ബോട്ടം അടിയിൽ തന്നെ കറക്കുക, ബോട്ടം സൈഡ്. ഇനി നമുക്ക് വരാനുള്ളത് ഒരു വയലറ്റും ബ്ലൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വയലറ്റിൻ്റെ മിഡിൽ ഭാഗത്ത് കൊണ്ടുപോവുക. ബ്ലൂ എന്നിട്ട് ടോപ്പ് സൈഡിലാണെങ്കിൽ ബ്ലൂവിൻ്റെ സൈഡിലേക്ക് ഒന്നുകൂടി കറക്കുക. എന്നിട്ട് നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ റൈറ്റ് അപ്പ് കറക്കുക. 2 വട്ടം ലെഫ്റ്റ് കറക്കുക. പിന്നെ റൈറ്റ് ഡൗൺ ഇറക്കുക. അപ്പോൾ ഇപ്പോഴും അടിയത്തൊന്ന് മിസ്സായിട്ടുണ്ടാവും. ആ മിസ്സായത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂവിൻ്റെ സൈഡ് കൊണ്ടുപോകുക. കോർണർ എവിടെ ബ്ലൂ കിട്ടുന്നത് വെച്ചാൽ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് അപ്പ് ഇറക്കുക. ആ റിട്ടേൺ കറക്കുക. വൈറ്റിൻ്റെ അവിടേക്ക് ഇത് ഡൗൺ ചെയ്യുക. അപ്പോൾ നമ്മൾ അടിഭാഗത്തും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളെല്ലാ കണ്ടോ, മിഡിലത്തെ 2 ലൈന് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. 2 ലൈനും കംപ്ലീറ്റ് ക്ലിയറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടോപ്പ് സൈഡാണ്. ടോപ്പ് സൈഡ് നമ്മൾ അതായത് മിഡിൽ ഏതാ കളർ വെച്ചാൽ അതേ പ്ലസ് വരുന്ന രീതിയിൽ യെല്ലോ പ്ലസ് വരിക ടോപ്പ് സൈഡ്. അതുപോലെ സെയിം കളർ മിഡിൽ ഏതാ വരുന്നത്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂവും യെല്ലോ, അതുപോലെ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ യെല്ലോ ടോപ്പിൽ, അങ്ങനത്തെ അതുപോലെ മിഡിലാക്കിയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് ഒരുപാട് റിപ്പീറ്റേഷൻ ചെയ്യാണ്ട്. റിപ്പീറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. വേണ്ട അത് അതേ സെയിം പോലെ 4 ഭാഗവും നമുക്ക് അതേ സെയിം കളറിന് കിട്ടണം. വയലറ്റ് ആണെങ്കിൽ വയലറ്റ് ഇട്ടണം, അവിടെ ഗ്രീൻ ഇട്ടണം. ഓക്കെ, അപ്പം അതിന് നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം കേട്ടോ,
യെല്ലോ എപ്പോഴും ടോപ്പിൽ തന്നെ ആയിരിക്കണം കേട്ടോ, മിഡിൽ യെല്ലോ ടോപ്പ് ഭാഗം പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ റൈറ്റിലോട്ട് കറക്കുക, എന്നിട്ട് റൈറ്റ് സൈഡ് നമ്മൾ അപ്പ് കറക്കുക, റൈറ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗണ്, ടോപ്പ് റൈറ്റ് കൂടി കറക്കുക. വൈറ്റ് കംപ്ലീറ്റ് ക്ലിയർ ആവും നമ്മൾ ആ സൈഡിൽ. എന്നിട്ട് എന്ത് ചെയ്യണം, ഫ്രണ്ട് സൈഡ് ഒന്നുകൂടി ലെഫ്റ്റ് കറക്കുക. അപ്പോൾ അടിയിക വൈറ്റ് ചെല്ലും, വൈറ്റ് പോകും. നമുക്കിത് ശരിയായി വന്നിട്ടില്ല, കാരണം ഇതാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതേ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഒരുപാട് കറക്കേണ്ടി വരും, ചിലപ്പോൾ 1-2 കറക്കലിൽ നമുക്കത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിത് റിപ്പീറ്റേഷൻ ചെയ്യാം. ഞാൻ ഒരു 4-5 തവണ റിപ്പീറ്റേഷൻ ചെയ്തിട്ടാണ് എനിക്ക് ആ സെയിം സെൻറ്റർ ഭാഗം പ്ലസ് ആയിട്ടും സെയിം കളർ പൊസിഷനിലും കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് 3 റിപ്പീറ്റേഷൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 ഭാഗമല്ല 4 ഭാഗവും അതുപോലെ മിഡിലിൽ സെയിം കളറായി കിട്ടണം, പ്ലസ് ആയി കിട്ടണം. നമുക്കൊന്നുകൂടി കറക്കി 2-3 തവണ കറക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് സെയിം അതുണ്ടോ, മിഡിലെ നോക്കുമ്പോൾ മിഡിലെ കളേഴ്സ് കംപ്ലീറ്റ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് വയലറ്റ്, മേലെ ടോപ്പ് മഞ്ഞ. ഞാൻ കോർണർ മാത്രമേ നമുക്ക് ശരിയാക്കാനുള്ളൂ കേട്ടോ. 1-2 കോർണർ, അതായത് മറ്റൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കറക്കുമ്പോൾ ചിലതൊക്കെ മൊത്തം ശരിയായി വരും, ചിലത് ശരിയായി വരില്ല. എന്തായാലും സെൻറ്ററത്തെ മിഡിൽ എന്തായാലും ശരിയായാലാണ് മറ്റേ സൈഡത്തെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡത്തെ ക്ലിയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ടോപ്പിൽ നമ്മൾ കോർണറിൽ ശരിയാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ തന്നെ റിപ്പീറ്റേഷൻ ചെയ്യണം. അതായത് വേറെ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റേഷൻ, ഞാൻ പറഞ്ഞത് 5 സ്റ്റെപ്പിൽ 2 സ്റ്റെപ്പ് റിപ്പീറ്റേഷനാണ്. റൈറ്റ് അപ്പ്, ടോപ്പ് റൈറ്റ്, ലെഫ്റ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗണ്, ടോപ്പ് റൈറ്റ്, ലെഫ്റ്റ് ഡൗണ്. ഇങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്താൽ ആ കളറ് സെയിം പൊസിഷനിൽ വന്നിട്ട് കോർണറിലുള്ള കളറ് നമുക്ക് കിട്ടും. അതിപ്പോൾ ചിലപ്പം യെല്ലോ സൈഡിലേക്കും അല്ലെങ്കിൽ യെല്ലോ ടോപ്പിലേക്കോ അല്ലെങ്കിൽ പിന്നെ വേറെ കളറൊക്കെ ആയിട്ട്, പക്ഷേ സെയിം കോർണർ പോലെ കിട്ടും. ഇതുപോലെ നമുക്ക് സെയിം കോർണർ പോലെ കിട്ടും. ബ്ലൂവിൻ്റെ സൈഡിലും മറ്റേ സൈഡിലൊക്കെ ആയിട്ടുള്ള കറക്റ്റ് കിട്ടും. അത് 1-2 റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സെൻറ്ററത്തെ കളർ പോവില്ല, സൈഡത്തെ കളർ കംപ്ലീറ്റ് ആ കോർണർ ഏതാ വെച്ചാൽ അതുപോലെ കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉള്ളൂ, അതും റിപ്പീറ്റേഷനാണ്. അതും കൂടി ചെയ്താൽ നമുക്കിത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, 1-2 കൂടി കറക്കിയിട്ട് പിന്നെ അതുപോലെ കറക്കിയതിന് ശേഷം സൈഡിലെ കോർണറിലെ കറക്റ്റ് കളർ കിട്ടുമ്പോൾ നമ്മൾ നിർത്താം. അപ്പോൾ നമ്മൾ കൂടെ ഒന്നുകൂടി കറക്കി നോക്കാം. ഓക്കെ, എന്ത് ചെയ്യണം, റൈറ്റ് സൈഡ് അപ്പ്, ടോപ്പ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, ടോപ്പ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗൺ. ഓക്കെ, അങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ആ കോർണറിലെ എല്ലാ കളേഴ്സും കിട്ടും. ഇപ്പോൾ നമുക്ക് 4 സൈഡും 4 കോർണറിലെ കളറും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ആ കോർണറിലെ കളറ്, പക്ഷേ പൊസിഷൻ മാറ്റിയാണ് കിടക്കുന്നതെങ്കിലും
അപ്പോൾ ഗ്രീനും വയലറ്റ് യെല്ലോ അത് കറക്റ്റാണ്. ഇവിടെ പിന്നെ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, കോർണർ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മറ്റു സൈഡും ക്ലിയർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയും കോർണറിലെ സെയിം കട്ട് തന്നെ കിട്ടിയിരുന്നു, പക്ഷേ യെല്ലോ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് മാത്രം. അപ്പോൾ അത് നമുക്ക് ശരിയാക്കണം. അപ്പോൾ നമുക്ക് ആ കോർണർ കിടക്കുന്ന പൊസിഷൻ തെറ്റി കിടക്കുന്നതും കൂടി നമുക്ക് ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിന് ഫൈനലി ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ആ സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റേഷൻ തന്നെയാണ്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അതും കൂടി ചെയ്താൽ കംപ്ലീറ്റ് ക്ലിയർ ആവും. സ്റ്റെപ്പും കൂടി നമ്മൾ റിപ്പീറ്റേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ശരിയായ ഇപ്പോൾ കോർണറും സൈഡും എല്ലാം ശരിയായ ടോപ്പൊക്കെ ശരിയായ ഭാഗം നമ്മൾ ലെഫ്റ്റ് സൈഡാക്കി പിടിക്കുക. ലെഫ്റ്റ് സൈഡ് കൈയിൻ്റെ ലെഫ്റ്റ് സൈഡാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ റിപ്പീറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആകുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ഡൗണ്, ബോട്ടം ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, ബോട്ടം റൈറ്റ്, ഇങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യും, 2 യെല്ലോ ഒരുമിച്ച് കിട്ടും. 2 യെല്ലോ ഒരുമിച്ച് കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡ് നമ്മൾ അപ്പാക്കുക, ഒരു വട്ടം കൂടി നമ്മൾ ബോട്ടം സൈഡ് എന്ത് ചെയ്യുക, റൈറ്റ് കറക്കുക. ഓക്കെ, അപ്പോൾ എന്തായി, മുകളിൽ ഇപ്പോൾ യെല്ലോ ക്ലിയർ ആയിട്ടുണ്ട്. മുകളിൽ യെല്ലോ ക്ലിയർ ആയിട്ടില്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മുകളിൽ യെല്ലോ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് വശം മാത്രം പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ഒന്ന് കറക്കി കൊടുക്കുക. ടോപ്പ് സൈഡ് മാത്രം പിടിച്ച് ലെഫ്റ്റ് സൈഡ് കറക്കി വെക്കുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ക്ലിയർ ആയി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ സെയിം പൊസിഷൻ നമ്മൾ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റേഷൻ. ഓക്കെ, സെയിം റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഡബിൾ കളർ നമുക്ക് യെല്ലോ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ടോപ്പിലേക്ക് ആക്കുക, ടോപ്പ് സൈഡ് ആക്കിയതിന് ശേഷം അടിയിലെ ബോട്ടം ഒരു വട്ടം കൂടി റൈറ്റിലോട്ട് ഇറക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ സെയിം മുകളിൽ യെല്ലോ ക്ലിയർ ആയി വന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ടോപ്പ് ഭാഗം മാത്രം ലെഫ്റ്റിലോട്ട് ഇറക്കുക. ഇനി അതുപോലെ ഒരു കട്ടയും കൂടി ശരിയാവുന്നുണ്ട്. അപ്പോൾ അത് സെയിം ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യണം. ഓക്കെ, സെയിം നേരത്തെ ചെയ്തപോലെ തന്നെ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതുപോലെ നമുക്ക് 3 യെല്ലോ ഒരുമിച്ച് കിട്ടും. അപ്പോൾ 3 യെല്ലോ ഒരുമിച്ച് കിട്ടും. ഇനി നേരെ നമ്മൾ റൈറ്റ് സൈഡ് അപ്പ് ചെയ്യുക, ബോട്ടം ഒന്നുകൂടി കറക്കാം. അപ്പോൾ എന്തായി, ഇപ്പോൾ നമ്മളെന്തായി, കംപ്ലീറ്റ് നമ്മൾ സെറ്റായിട്ടുണ്ട്, നമ്മളെല്ലാം സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ റെഡിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് കറക്കുക, അല്ലെങ്കിൽ സെയിം പൊസിഷനിൽ കറക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സൈഡും ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ റെഡ് നമുക്ക് എന്ത് ചെയ്യുക, റെഡിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് കറക്കാം. ഓക്കെ,
അപ്പോൾ അവിടെ ഗ്രീന് വയലറ്റ്, ടോപ്പിൽ യെല്ലോ ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടോ, ഗ്രീൻ വന്നു, പിന്നെ അതുപോലെ വയലറ്റ് വന്നു, ബ്ലൂ വന്നു, റെഡ് വന്നു. ടോപ്പിൽ യെല്ലോ, അടിയിൽ വൈറ്റ്. ഇപ്പം എന്താ നമ്മളെ റുബിക്സ് ക്യൂബ് എന്തായിട്ടുണ്ട്, സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര പണിയാണ്, ഇതേ ഉള്ളൂ ഇത് സോൾവ് ചെയ്യാനുള്ള പണി. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ ജസ്റ്റ് ചെറിയൊരു മൈൻഡും കാര്യങ്ങളും മെമ്മറി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.